ഈ വരുന്ന മെയ് 21-ാം തീയതി കേരള ചരിത്രത്തിലെ വളരെ നിർണായകമായ ഒരു ദിവസമായി. കാരണം അന്നാണ് നമ്മുടെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷികം. രണ്ടാം പിണറായി സർക്കാർ എന്ന് നമ്മൾ വിളിക്കുന്ന ഒന്നാം പിണറായി സർക്കാരിൻ്റെ തുടർച്ചയായിട്ടുള്ള ജനാധിപത്യ മതേതര നവോത്ഥാന ഭരണകൂടം 4 വർഷത്തെ ഭരണം പൂർത്തീകരിച്ച് ഈ സൂര്യൻ്റെ ഉത്തരായണം കഴിഞ്ഞ് ദക്ഷിണായനം തുടങ്ങുന്ന പോലെ 5ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വലിയ മഹാമഹങ്ങളായിട്ടുള്ള സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് പോലും അങ്ങനെ വമ്പിച്ച ഒരു സമ്മേളനമുണ്ടായി. അത് നടക്കുന്നുണ്ട്. ഈ നേതാക്കന്മാരും മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾക്ക് സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് സാമാന്യത്തിലധികം ബുദ്ധിമുട്ടുന്നുണ്ട്. എന്നിട്ട് ചില ആളുകൾക്ക് ചില സംശയങ്ങൾ ബാക്കിയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ ഇങ്ങനെയുള്ള സംശയങ്ങൾ തീർത്തു കൊടുക്കാനായിട്ട് സെക്രട്ടേറിയറ്റിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ സംഘടനയായ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ, അത് മാർക്സിസ്റ്റ് പാർട്ടിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഘടനയാണ്. ഇന്ത്യ യൂണിയൻ്റെ ഒരു പോഷക സംഘടനയല്ല, മറിച്ച് പാർട്ടിയിൽ ഡയറക്റ്റായിട്ട് അഫിലിയേറ്റ് ചെയ്യപ്പെട്ടുള്ള ഒരു സംഘടനയാണ്. അതിൻ്റെ പ്രസിഡൻറ്റ് വളരെ കാലമായിട്ട് ഹണി എന്ന് പേരുള്ള വളരെ മനോഹരമായ നാമധേയം പേറുന്ന ഒരു മാന്യനാണ്. അത് സെക്രട്ടേറിയറ്റിലെ അണ്ടർ സെക്രട്ടറിയാണോ ജോയിൻറ്റ് സെക്രട്ടറിയാണോ അത് ഡെപ്യൂട്ടി സെക്രട്ടറിയാണോ എന്നെനിക്കറിയില്ല. ഏതായാലും ആ നിലയിലുള്ളൊരു ഉദ്യോഗസ്ഥനാണ്. പുള്ളിക്ക് സർക്കാരിൽ നിന്ന് പട്ടും വളയുമൊക്കെ ധാരാളമായിട്ട് കിട്ടിയിട്ടുള്ള ആളാണ്. ഇനി ധാരാളം കിട്ടാനിരിക്കുന്ന ആളാണ്. സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന മുറയ്ക്ക് അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ പുള്ളി PSC മെമ്പറായിട്ടോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഏതെങ്കിലും സ്ഥാനങ്ങളിൽ നിയമിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആ മാന്യദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഈ മഹാസംഘടന ഇടതുപക്ഷ സർക്കാരിൻ്റെ 4ാം വാർഷികം പ്രമാണിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ ജീവിതത്തെയും അദ്ദേഹത്തിൻ്റെ ഭരണ പരാക്രമങ്ങളെയും കുറിച്ച് ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കാൻ പോവുകയാണ്. ഈ തിരുവനന്തപുരത്തെ ഡോക്യുമെൻ്ററി എന്ന് പറയില്ല, ഡോക്യുമെൻ്ററി എന്ന് പറയും. അങ്ങനെയുള്ളതായ ഡോക്യുമെൻ്ററി 15 മിനിറ്റ് ആയിരിക്കും അതിൻ്റെ ലെങ്ത്. അതിൽ മുഖ്യമന്ത്രിയുടെ കുട്ടിക്കാലം, പിന്നെ ബ്രണ്ണൻ കോളേജിൽ അദ്ദേഹം കടാരികൾക്കും കുന്തങ്ങൾക്കും കുറുവടികൾക്കും ഇടയിലൂടെ നടന്നത്, പിന്നെ അദ്ദേഹം വെട്ടിക്കൊല കേസിൽ പ്രതിയായത്, കോടതി അദ്ദേഹത്തെ നിരപരാധി എന്ന് കണ്ട് പുറത്ത് തട്ടി അഭിനന്ദിച്ച് വെറുതെ വിട്ടത്, അത് കഴിഞ്ഞ് അദ്ദേഹം നിയമസഭാംഗമായത്, അംഗമായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മുട്ടുകാലി പോലീസുകാരന്മാർ തല്ലി പൊട്ടിച്ചത്, പിന്നീട് അദ്ദേഹം പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയത്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറായത്, അത് കഴിഞ്ഞ് പുള്ളി വൈദ്യുതി മന്ത്രിയായത്, ആ സമയത്ത് ഈ ബിരുദന്മാർക്ക് ഷാക്കടിച്ചത്, പിന്നെ ലാവലിംഗ് കേസിൽ അദ്ദേഹം പ്രതിയായതും അദ്ദേഹത്തെ കോടതികൾ കുറ്റവിമുക്തനാക്കിയതും, പിന്നെ അദ്ദേഹം പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് നടത്തിയ വമ്പിച്ച പ്രവർത്തനങ്ങൾ, അതും കഴിഞ്ഞ് അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ 9 കൊല്ലങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന വമ്പിച്ച ഭരണപരിഷ്കാരങ്ങൾ, ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വെറും 15 മിനിറ്റ് കൊണ്ട് ഏത് പയലിനും ഒറ്റ കേൾവിയിൽ ഒറ്റ കാഴ്ചയിൽ മനസ്സിലാകത്തക്ക രീതിയിൽ വമ്പിച്ച ഒരു ഡോക്യുമെൻ്ററി ഇതാ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. മെയ് 21-ാം തീയതി അതിൻ്റെ ആദ്യത്തെ സ്ക്രീനിങ്ങും തിരുവനന്തപുരത്ത് തന്നെ നടക്കും. അതുവഴി തിരുവനന്തപുരത്തുള്ള മച്ചമ്പിമാരെല്ലാവരും ആനന്ദപ്പുളകിതരാവും. അങ്ങനെ ഒരു കൊല്ലം ഇത് ഒരു കേന്ദ്രത്തിൽ നിന്ന് മറ്റൊരു കേന്ദ്രത്തിലേക്ക് സഞ്ചരിക്കും. ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. ഇത് കാണുന്നവർ പിണറായി സഖാവിൻ്റെ ഫാൻസായിട്ട് മാറും. അങ്ങനെ ഈ നാട്ടിൽ പിണറായിയുടെ സീലിംഗ് ഫാൻ ടേബിൾ ഫാൻ എന്ന് പറയും. അതുകൂടി പൊതുവിപണിയിൽ ഫാനിൻ്റെ വില തന്നെ കുറയും. അതുകൂടി പ്രധാനപ്പെട്ട ഫാൻ നിർമ്മാണ കമ്പനികളൊക്കെ ആ ഒരു ഉൽപ്പാദനം അവസാനിപ്പിച്ച് പല കാശിക്ക് രാമേശ്വരത്തേക്ക് പോകും. അങ്ങനെ വമ്പിച്ച ഒരു മാറ്റം ഈ സംസ്ഥാനത്തുണ്ടാവും. ഈ ഒരു കൊല്ലം കൊണ്ട് കേരളത്തിലുള്ള മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും അവിശ്വാസികളും എല്ലാവരും പിണറായി സഖാവിൻ്റെ ഫാൻസായിട്ട് മാറും. അടുത്ത കൊല്ലം നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ നമ്മുടെ പാർട്ടി വമ്പിച്ച വിജയം നേടും. അങ്ങനെ പിണറായി സഖാവിൻ്റെ 3ാം മന്ത്രിസഭ നിലവിൽ വരും. അപ്പോൾ സഖാവ് ഹണിയെ ഓർഡർ ഓഫ് ലെനിൻ കൊടുത്തിട്ടായിരിക്കും, ഓർഡർ ഓഫ് വിജയൻ കൊടുത്തിട്ടായിരിക്കും ആദരിക്കുക പാർട്ടിയെന്ന് അറിയില്ല. രണ്ടായാലും ഇദ്ദേഹത്തിന് വലിയൊരു സ്ഥാനങ്ങൾ ഉറപ്പായിട്ട് കാത്തിരിപ്പുണ്ട്. അത് വൈകാതെ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയങ്ങളുമില്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇത് വ്യക്തിപൂജയല്ല എന്ന് സഖാവ് ഹണി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് വ്യക്തിപൂജയല്ല, വളരെ സത്യസന്ധമായ, നിഷ്പക്ഷമായ, നീതിപൂർവമായ, വ്യക്തമായ ഒരു അടയാളപ്പെടുത്തലാണ്. ഈ അടയാളപ്പെടുത്തൽ എന്നൊക്കെ പറഞ്ഞാൽ സാധാരണക്കാർക്ക് മനസ്സിലാവില്ല. അത് ഉത്തരാധുനികമായ ഒരു പ്രയോഗമാണ്.
അപ്പോൾ ഇതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യങ്ങളെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ഈ പപ്പനാഭസ്വാമികൾ തിരുവനന്തപുരത്ത് ആനന്ദശയനത്തിൽ കിടക്കുന്നത് എന്ന് ആരോ ചോദിച്ചപ്പോൾ നമ്മുടെ നയനാർ സഖാവ് പണ്ട് പറഞ്ഞു, എടോ എഴുന്നേറ്റ് നിന്ന് അവന്മാർ കാല് വരും, അതുകൊണ്ടാണ് പപ്പനാഭസ്വാമികൾ ആനന്ദശയനത്തിൽ കിടന്നു കളഞ്ഞത്. ഈ പിണറായി വിജയൻ സഖാവ് സാധു മനുഷ്യനാണ്. ഇതൊക്കെ കേട്ടാൽ അദ്ദേഹം പൊങ്ങും. പുള്ളി ആയിരിക്കും ഞാൻ യഥാർത്ഥത്തിൽ വല്ല ഫ്രെഡറിക് ദ ഗ്രേറ്റോ അല്ലെങ്കിൽ എന്താണ് അഗസ്റ്റസ് സീസറോ അല്ലെങ്കിൽ പെരിക്ലീസോ മറ്റുമാണ്. സത്യത്തിൽ അതൊന്നുമല്ല. നമുക്കറിയാമല്ലോ പിണറായി വിജയൻ പുള്ളി ലെജൻഡും അല്ല, മിത്തും അല്ല, ഒരു പിണ്ണാക്കും അല്ല. പക്ഷേ തിരുവനന്തപുരത്തുകാരന്മാരുടെ വക്രബുദ്ധിയിൽ തോന്നിയ ഒരു പരിപാടികളാണ് ലെജൻഡ് എന്ന് പേരിട്ട ഈ വമ്പിച്ച ഡോക്യുമെൻ്ററി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.